ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് PSC വർക്ക്ഷോപ്പ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫാക്ട് അബൌട്ട് ഇന്ത്യയിലൊരു പോർഷനാണ്. പോർഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ആൻഡ് ഒഫീഷ്യൽ സിമ്പിൾ ഓഫ് ഇന്ത്യ. അപ്പോൾ ഒരുപാട് സിമ്പിൾസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലാഗ്, ആന്തം, മോട്ടോ, പിന്നെ അതുപോലെ തന്നെ സോങ്, ആനിമൽ, ഫ്ലവർ, ബാഡ്, ലാംഗ്വേജ്, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ നമുക്ക് PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും പോർഷൻസ് നമ്മൾ കവർ ചെയ്യേണ്ടില്ല. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 14-15 പോയിൻറ്റ്സാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കവർ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ഓരോ വീഡിയോ ആയിട്ടായിരിക്കും, അതെല്ലാം തന്നെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നാഷണൽ ആന്തമാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? റെഡിയല്ലേ? ഈ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള ചരിത്രം, പാരമ്പര്യം, പോരാട്ടം എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ഈ കാര്യങ്ങൾ ചിലത് ആഹ്ലാദിപ്പിക്കുന്നതായിരിക്കും, ചിലതാകുവാണെങ്കിൽ ഒരുപാട് സങ്കടപ്പെടുത്തുന്നതായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂർത്തിണക്കിക്കൊണ്ട് ഒരു യൂണിക്നെസ് ആയിട്ട് ഒരു സംഗീതം രചിക്കും. ആ സംഗീതത്തിന് പറയുന്ന പേരാണ് ദേശീയ ഗാനം. മനസ്സിലായോ? ഇനി ഇവിടെ നമ്മുടെ PSC ചോദിക്കുന്ന ഒരു വൊക്കാബുലറി ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്റ്റഡി ആൻഡ് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ആന്തം ഈസ് കോൾഡ് ഡാഷ്. എന്താണ്? ആന്തമെറ്റോളജി. The study and collection of information about anthem is called anthematology. മനസ്സിലായോ? ഇനി 18-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിൽ സ്പാനിഷ് സാമ്രാജ്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടാനുള്ള രാജ്യത്തിൻ്റെ പോരാട്ടമായ ഡച്ച് കലാപം നടന്നു. ഈ ഡച്ച് കലാപ സമയത്ത് അവിടെയുള്ള ജനങ്ങളെ ഒന്നിച്ചു നിർത്താൻ വേണ്ടിയിട്ട് വിൽഹെൽമൻസ് ഒരു കവിത എഴുതി. ആരാണ് എഴുതിയത്? വിൽഹെൽമൻസ്. ആ കവിത പിന്നീട് അറിയപ്പെട്ടിരുന്നത് അവിടെയുള്ള ദേശീയ ഗാനം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1572 കഴിഞ്ഞപ്പം നെതർലാൻഡ് ഇത് അഡോപ്റ്റ് ചെയ്തു. അങ്ങനെ നെതർലാൻഡാണ് ഓൾഡസ്റ്റ് ദേശീയ ഗാനമുള്ള രാജ്യമായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന PQ ഇതാണ്: വിച്ച് കൺട്രി ഹാസ് ദ ഓൾഡസ്റ്റ് നാഷണൽ ആന്തം? ഏത് രാജ്യത്തിൻ്റെ ഇതാണ്? നെതർലാൻഡാണ്. അപ്പോൾ PQ ആണ്. ഇനി ഇവിടെ അറിയേണ്ട 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഷോർട്ടസ്റ്റ് നാഷണൽ ആന്തവും അതുപോലെ തന്നെ ലോങ്ങസ്റ്റും. ഷോർട്ടസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് എഴുതേണ്ടത്? ജപ്പാനാണ് എഴുതേണ്ടത്. ലോങ്ങസ്റ്റ് ആകുവാണെങ്കിലോ? ലോങ്ങസ്റ്റ് ഗ്രീക്കാണ് ആൻസർ. അപ്പോൾ മനസ്സിലായോ? ഷോർട്ടസ്റ്റ് ആകുവാണെങ്കിലും ജപ്പാനും, ലോങ്ങസ്റ്റ് ആകുവാണെങ്കിൽ ഗ്രീക്കും. ഇനി ജപ്പാൻ്റെ നാഷണൽ ആന്തം ബേസ്ഡ് ആയിട്ട് ഒരു PQ ഉണ്ട്. ഒക്യാബുലറിയാണ്, ഇംഗ്ലീഷ് ഒക്യാബുലറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം കിമിഗയോ. അപ്പം കിമിഗയോ എന്ന ടേം എന്തിനെയാണ് ആസ്പദമാക്കിയിരിക്കുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പം എന്താണ്? നാഷണൽ ആന്തം ഓഫ് ജപ്പാൻ ഈസ് നോൺ ആസ് കിമിഗയോ. അതുപോലെ തന്നെ കുറച്ച് വേർഡ്സ് ഒരുപാട് എക്സാമിന് ചോദിക്കാറുണ്ട്. ഒറിഗമി, ഹിബകുഷ, ഇതെല്ലാം തന്നെ ജപ്പാൻ വേർഡ്സ് ആണ്. ഇതൊക്കെ ഒരുപാട് എക്സാമിന് LGS ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒറിഗമി എന്ന് പറയുകയാണെങ്കിൽ ഈ പേപ്പർ ആർട്ട് വർക്ക്, അതിന് പറയുന്ന പേരാണ് ഒറിഗമി. ഹിബകുഷ എന്ന് പറയുകയാണെങ്കിൽ ഹിരോഷിമ, നാഗസാക്കി, ആ ബോംബ് സ്ഫോടനത്തിന് ശേഷം അവിടെയുള്ള ജനതകൾ അനുഭവിക്കുന്ന വൈകല്യങ്ങൾക്ക് പറയുന്ന പേരാണ് ഹിബകുഷ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണൽ ആന്തം. അപ്പോൾ നാഷണൽ ആന്തം എന്താണ്? ദേശീയ ഗാനം ജനഗണമന. ദേശീയ ഗീതമാണെങ്കിലോ? ദേശീയ ഗീതമാണെങ്കിൽ വന്ദേ മാതരം. വിശ്വകവി രവീന്ദ്രനാഥ ടാഗോറാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയത്. രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യക്ക് മാത്രമല്ല നാഷണൽ ആന്തം എഴുതിയേക്കുന്നത്, പിന്നെ ഒരു രാജ്യത്തിന് കൂടിയുണ്ട്. അത് രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. അപ്പോൾ ബംഗ്ലാദേശിനും കൂടി നാഷണൽ ആന്തം എഴുതിയേക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ അവിടെ ഒരു ചെറിയ കൺസെപ്റ്റ് മനസ്സിലാക്കി പോകണം. ബംഗാൾ വിഭജനം 1905 ബംഗാൾ വിഭജനം നടന്നത്. ഒരുപാട് PQ ചോദിക്കുന്ന ഏരിയയാണ് ബംഗാൾ വിഭജനം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നെയ്സറി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ബംഗാൾ. അതൊരു PQ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നെയ്സറി എന്നറിയപ്പെടുന്ന എവിടെയാണ്? ബംഗാൾ. പടിഞ്ഞാറൻ ബംഗാളും അതുപോലെ തന്നെ കിഴക്കൻ ബംഗാളുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്നവരെല്ലാവരും തന്നെ ഒരുവിധം ഹിന്ദുക്കളും അതുപോലെ തന്നെ കിഴക്കൻ ഭാഗത്തുണ്ടായിരുന്നവർ മുസ്ലിമും ആയിരുന്നു. ദേശീയ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ വേണ്ടി ബംഗാൾ പ്രവിശ്യയെ കിഴക്കൻ ബംഗാളെന്നും പടിഞ്ഞാറുമായിട്ട് അവിടെ ഒരു മുസ്ലിം ഹിന്ദു കമ്മ്യൂണിറ്റി സ്പ്ലിറ്റാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പം പ്രക്ഷോഭങ്ങൾ വളരെ ശക്തമായിട്ട് നേരിടേണ്ടി വരില്ല എന്നാണ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ ബംഗാളിനെ വിഭജിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ബംഗാളിനെ വിഭജിക്കാൻ തീരുമാനിച്ച വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. ഇവിടെ പഠിക്കേണ്ടത് 3 വൈസ്രോയിയുടെ പേരാണ്. പ്രഖ്യാപിച്ചത്, നിലവിൽ വന്നത്, റദ്ദ് ചെയ്തത് എന്നിങ്ങനെയാണ് പഠിക്കേണ്ടത്. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വർഷം 1905 ജൂലൈ 20 പ്രഖ്യാപിച്ചത്. 1905 ജൂലൈ 20 ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് കഴ്സൺ പ്രഭുവാണ്. പക്ഷെ നിലവിൽ വന്നതോ 1905 ഒക്ടോബർ 16 മിൻറ്റോ പ്രഭുവിൻ്റെ സമയത്താണ് ബംഗാൾ വിഭജനം ഔദ്യോഗികമായി നടപ്പിലാക്കുന്നത്.
പിന്നീട് കുറേ പ്രശ്നങ്ങൾ നടന്നായിരുന്നു. അത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ആയി കഴിഞ്ഞപ്പം അവരെന്ത് തീരുമാനിച്ചു, പടിഞ്ഞാറൻ ബംഗ്ലാദേശും അതുപോലെ തന്നെ കിഴക്കൻ ബംഗ്ലാദേശും ഒന്നിപ്പിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഒന്നിപ്പിച്ചതാരാണ്? 1911 ഹാർഡിഞ്ച് പ്രഭു ആയിരുന്നു രണ്ടും ഒന്നിപ്പിച്ചത്. മനസ്സിലായോ? അങ്ങനെ 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. എന്താണ് സ്വദേശി പ്രസ്ഥാനം? ഇത് PQ ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനം ഏതാണ് സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ്? നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ഒരു ഗാനം എഴുതി. ആ ഗാനം എന്ന് പറയുകയാണെങ്കിൽ ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാന കാല സമയത്ത് അമർ ഷോണാർ ബംഗ്ല എന്ന ഗാനമാണ് രചിച്ചത്. ഗാനത്തിൻ്റെ പേരെന്താണ്? അമർ ഷോണാർ ബംഗ്ല. അപ്പോൾ ഇതും ഒരു PQ ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാന കാലത്ത് അമർ ഷോണാർ ബംഗ്ല എന്ന ഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. മനസ്സിലായോ? ഈ ഗാനമാണ് പിന്നീട് ബംഗ്ലാദേശ് ദേശീയ ഗാനമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ ടാഗോറിൻ്റെ ബേസിലുള്ള PQ എന്താണ്? സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോർ. ഇദ്ദേഹം കുറേ കവിതകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കവിതകളിൽ നിന്നും ഒരു 103 കവിതകൾ മാത്രം സെലക്ട് ചെയ്തെടുത്തു. എന്നിട്ട് അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. അതിനൊരു പേരും കൊടുത്തു, ഗീതാഞ്ജലി. അപ്പോൾ ഏത് ബുക്കിനാണ് നോബൽ സമ്മാനം ലഭിച്ചത്? ഗീതാഞ്ജലി എന്ന പതിപ്പിനാണ് നോബൽ സമ്മാനം ലഭിച്ചത്. 1913 നോബൽ സമ്മാനം ലഭിച്ചത്. ഇതെല്ലാം PQ ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഏത് വർഷമാണ്? 1913 ലഭിച്ചത്. ഏത് കൃതിക്കാണ് ലഭിച്ചത്? ഗീതാഞ്ജലിക്കാണ് ലഭിച്ചത്. ഇനി ഒരുപാട് പേര് ഈ ഗീതാഞ്ജലി ട്രാൻസ്ലേറ്റ് ചെയ്തായിരുന്നു മലയാളത്തിൽ. പക്ഷേ PSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ മലയാള പരിഭാഷ നടത്തിയത് ആരാണ്? അതൊരു PQ ആണ്. അതിനവർ കൊടുത്തിരുന്ന ആൻസർ G. ശങ്കരൻകുറുപ്പാണ്. മനസ്സിലായോ? G. ശങ്കരൻകുറുപ്പാണ് മലയാള പരിഭാഷ നടത്തിയത്. ഇനി നമുക്ക് തിരിച്ചു വരാം നാഷണൽ ആന്തത്തിലേക്ക്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? കുറേ PQs ഉണ്ട്. എപ്പോൾ പബ്ലിഷ് ചെയ്തു, ഏത് പത്രത്തിൽ പബ്ലിഷ് ചെയ്തു, ഏത് ഹെഡിങ്ങിൽ പബ്ലിഷ് ചെയ്തു, വർഷം ഏതാണ്, ഇതൊക്കെ PQ ആണ്. മഹർഷി ദേവേന്ദ്രനാഥ ടാഗോർ നേതൃത്വം നൽകിയ ബ്രഹ്മസമാജ വിഭാഗത്തിൻ്റെ പ്രസിദ്ധീകരണമാണ് തത്വബോധിനി പത്രിക. അപ്പോൾ പത്രത്തിൻ്റെ പേരെന്താണ്? തത്വബോധിനി പത്രിക. അതിൽ ഭാരത് വിദാന്ത എന്ന ശീർഷകത്തിൻ്റെ താഴെയാണ് ആദ്യമായിട്ട് നാഷണൽ ആന്തം പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഏതാണ് പത്രത്തിൻ്റെ പേര്? തത്വബോധിനി പത്ര. ശീർഷകത്തിൻ്റെ പേരെന്താണ്? ഭാരത് വിദാന്തത. ടാഗോർ ആണെങ്കിൽ ബംഗാളി ഭാഷയിലാണ് ഗാനങ്ങൾ മുഴുവനും രചിച്ചത്. അത് പിന്നീട് ഹിന്ദി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുകയും അതാണ് നാഷണൽ ആന്തമായിട്ട് അഡോപ്റ്റ് ചെയ്തത്. അപ്പോൾ അഡോപ്റ്റ് ചെയ്ത ലാംഗ്വേജ് ഹിന്ദിയും എഴുതി തയ്യാറാക്കിയത് ബംഗാളി ഭാഷയുമാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. PQ ആണ്. എഴുതി തയ്യാറാക്കിയത് ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ് എഴുതി തയ്യാറാക്കിയത്. ഇനി നമ്മുടെ നാഷണൽ ആന്തം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്ര? PQ ആണ്. എത്ര സെക്കൻഡാണ്? 52 സെക്കൻഡാണ് എടുക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ മൊത്തം 5 ചരണങ്ങളാണ് ജനഗണമനഗതിയിലുള്ളതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇതിൽ ആദ്യത്തെയും അവസാനത്തെയും വരികൾ മാത്രം ഉൾപ്പെടുത്തി ദേശീയ ഗാനത്തിൻ്റെ ചെറിയ രൂപം ആലപിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സെക്കൻഡ് 20 സെക്കൻഡാണ്. അപ്പോൾ PQ 52 സെക്കൻഡാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ജനഗണമന ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ്? 52 സെക്കൻഡ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ നാഷണൽ ആന്തം ആദ്യമായിട്ട് ആലപിച്ചത് ആരാണ്? അതിൻ്റെ ബേസിൽ കുറേ PQs ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം INC സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് നാഷണൽ ആന്തം ആലപിക്കുന്നത്. 1911 ഡിസംബർ മാസം 27 നടന്ന INC സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്? കൊൽക്കത്തയിൽ വെച്ചാണ് നടന്നത്. ആരായിരുന്നു നേതൃത്വം കൊടുത്തിരുന്നത്? ബിഷൻ നാരായൺ ദർ. BN എന്ന് പറയുകയാണെങ്കിൽ ബിഷൻ നാരായൺ ദർ ആണ് അധ്യക്ഷത വഹിച്ചിരുന്നത്. ആ സമ്മേളനത്തിൽ വെച്ചാണ് ആദ്യമായി ടാഗോറിൻ്റെ അനന്തരവളായ സരളാദേവി ചൗധരാണിയാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിക്കുന്നത്. അപ്പോൾ PQ ഇങ്ങനെയാണ്: ആദ്യമായി ജനഗണമന ആലപിക്കുന്നത് ആരാണ്? സരളാദേവി ചൗധരാണി. ഏത് സമ്മേളനത്തിലാണ് അക്സെപ്റ്റ് ചെയ്തത്? കൊൽക്കത്ത സമ്മേളനത്തിലാണ്. വർഷം ഏതാണ്? 1911. 1911 കൊൽക്കത്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചതാരായിരുന്നു? BN ദർ. ഇതെല്ലാം PQ ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക.
ഇനി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ ഗാനം ആദ്യമായി അവതരിപ്പിച്ചത് എന്നാണ്? 1950 ജനുവരി 24-നാണ്. അപ്പോൾ എന്നാണ്? 1950 ജനുവരി 24-നാണ്. അതേ ദിവസമാണ് എന്താണ് ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിക്കുന്നത്. അപ്പം PQ ഇങ്ങനെയാണ്: ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണമന അംഗീകരിക്കപ്പെട്ട വർഷം ഏതാണ് എന്നാണ്? 1950. ഡേറ്റും കൂടി പഠിച്ചു വയ്ക്കുക, ജനുവരി 24. അപ്പോൾ 1950 ജനുവരി 24-ൽ രണ്ട് കാര്യങ്ങളാണ് നാഷണൽ സിംബിളായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അക്സെപ്റ്റ് ചെയ്തത്. ഒന്ന്, വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിക്കപ്പെട്ടത് 1950 ജനുവരി 24-നാണ് വന്ദേ മാതരം. അതുപോലെ തന്നെയാണ് 1950 ജനുവരി 24-ന് തന്നെയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണമന അംഗീകരിക്കപ്പെട്ടത്. മനസ്സിലായോ? ശങ്കരാഭരണം രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതും ഒരു PQ ആണ്. ഏത് രാഗത്തിലാണ് നാഷണൽ ആന്തം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ഏത് രാഗത്തിലാണ്? ശങ്കരാഭരണം രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂറാണ് ഇന്നത്തെ രീതിയിലുള്ള സംഗീതം ജനഗണമനയ്ക്ക് നൽകിയത്. അപ്പോൾ അതാരായിരുന്നു? ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ. ഇനി ട്രാൻസ്ലേഷനാണ്. അപ്പോൾ ആദ്യം എഴുതിയത് ഏത് ഭാഷയിലായിരുന്നു? ബംഗാളി ഭാഷയിലായിരുന്നു നാഷണൽ ആന്തം എഴുതിയത്. പിന്നീട് അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷമാണ് നാഷണൽ ആന്തമായിട്ട് അക്സെപ്റ്റ് ചെയ്തത്. മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തത് കുറ്റിപ്പുറം കേശവൻ നായരാണ്. ആരായിരുന്നു? കുറ്റിപ്പുറം കേശവൻ നായർ. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് രവീന്ദ്രനാഥ ടാഗോർ. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് നാഷണൽ ആന്തമാണ്. ഇംഗ്ലീഷിലേക്കുള്ള ട്രാൻസ്ലേഷനാണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ. ഇപ്പോൾ നാഷണൽ ആന്തത്തിൻ്റെ ബേസിൽ 2 കേസാണുള്ളത്. ആ 2 കേസും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2005-ൽ ഒരു പൊതു താൽപ്പര്യ ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. അപ്പോൾ ഹർജിയിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ ഗാനത്തിൽ സിന്ധ് എന്ന ടേം യൂസ് ചെയ്തിട്ടുണ്ട്. അത് അനൗചിത്യമാണ് എന്നുള്ള രീതിയിലാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. കാരണം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1947 ഭാരതത്തിൽ നിന്നും വിട്ടുപോയൊരു രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ ഒരു ചെറിയ പ്രവിശ്യയായിരുന്നു സിന്ധ് പ്രവിശ്യ അതിൽ നിന്നും വിട്ടുപോയി കഴിയുമ്പോൾ ഇപ്പോഴും നമ്മുടെ ദേശീയ ഗാനത്തിൽ സിന്ധ് എന്ന ടേം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് മാറ്റിയിട്ട് പകരം കാശ്മീരോ ബാക്കി എന്തെങ്കിലും ടേമോ യൂസ് ചെയ്യാം എന്നായിരുന്നു ഹർജി. പക്ഷേ സുപ്രീം കോടതി അനലൈസ് ചെയ്ത് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്ധ് എന്നത് ഒരു പ്രവിശ്യയല്ല, സിന്ധു നദീതട സംസ്കാരമാണ്, അല്ലെങ്കിൽ സിന്ധികൾ എന്ന ജനവിഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. മനസ്സിലായോ? ഇനി അടുത്തതെന്ന് പറയുകയാണെങ്കിൽ ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കേസാണ്. കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാ തിയേറ്ററിൽ നാഷണൽ ആന്തം പ്ലേ ചെയ്യണോ വേണ്ടയോ, അതായിരുന്നു കേസ്. അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയുടെ പേരെന്താണ്? കമ്മിറ്റിയുടെ പേരാണ് BR ശർമ്മ കമ്മിറ്റി. മനസ്സിലായോ? കമ്മിറ്റിയുടെ പേരാണ് BR ശർമ്മ കമ്മിറ്റി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഏകദേശം എല്ലാ ടോപ്പിക്കും തന്നെ നാഷണൽ ആന്തത്തിൻ്റെ ബേസിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കാര്യം കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മെയിൽ ഐഡിയിലേക്ക് മെയിൽ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതി ചേർക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എനിവേ, ബൈ, സീ യു.